നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എന്നെ കുത്തി എണീപ്പിച്ചിട്ട് അച്ഛൻ പറഞ്ഞു വേഗം റെഡിയാവും, നമുക്ക് ഇന്ന് പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിപ്പോയി ഫ്രഷായി വന്ന് ഡ്രസ്സൊക്കെ മാറി കുറച്ച് മേക്കപ്പും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്നോട് വേഗം റെഡിയാവും പോവാന്ന് പറയുന്നുണ്ട്. കാരണം ഓൾറെഡി ഒരു 10:30 ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ. ഇനി ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയെന്ന് വരില്ല. കാരണം ഒരു സമയം കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസൊക്കെ തീരുമല്ലോ. അങ്ങനെ നമ്മളിതേ വേഗം ഇറങ്ങിട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്പോട്ട് അങ്ങ് മാറ്റി നമ്മൾ ആസ് യൂഷ്വൽ പോകുന്നിടത്തേക്ക് തന്നെ പോയിട്ടാ. വേറൊരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാച്ചൻ തിരിച്ച് വന്ന് പിന്നെ ചാച്ചൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ലേറ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ആസ് യൂഷ്വൽ പോകുന്ന സ്ഥലത്തേക്ക് തന്നെ നമ്മൾ വന്നത് കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ പൂരി ബാജിയും ഞാൻ ഗീ റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആകെ ഇഷ്ടമുള്ളത് ഈ ഡെലീസിയോയിലെ പൂരി ബാജിയാണ് കേട്ടോ ഇഷ്ടം. വേറെ എവിടെ നിന്നും പൂരി ബാജി കഴിച്ചു കഴിഞ്ഞാലും അവിടുത്തെ ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല. അപ്പം ഞാൻ ഇവിടുത്തെ ഗീ റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഗീ റോസ്റ്റാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് നമ്മളിതേ ഇറങ്ങിട്ടോ. നമ്മളിപ്പോൾ പോയ റെസ്റ്റോറൻറ്റ് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഞാൻ ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഐബ്രോ ചെയ്യണമെന്ന്. കാരണം കുറേ നാളായി ഞാൻ ഐബ്രോസ് ചെയ്തിട്ട് കാട് പോലെ ഒന്നും വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഷേപ്പൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ചാച്ചനെ അടുത്ത ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഐബ്രോസിന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ള ഒരു ധൃതിയിലാണ് ഐബ്രോസ് ചെയ്യാണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് എത്തിയത്. പക്ഷെ റൂം എത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലയൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ടൈമിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയെന്ന്. എന്നാലും കുഴപ്പമില്ല, വൈകുന്നേരം കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ റൂം എത്തി. ചാച്ചനാണെന്നുണ്ടെങ്കിൽ കിട്ടിയ നേരം കൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്നും പറഞ്ഞിട്ട് റൂമിൽ കയറിയിട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പണിയുണ്ട്. പ്രത്യേകിച്ച് കിച്ചൺ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം. വേറൊന്നല്ല, ചെറിയ പാറ്റ വന്നു തുടങ്ങിയിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് അതിനിങ്ങനെ ഞാൻ കാണുന്നുണ്ട്. കാണുന്നതിനൊക്കെ അടിച്ചു കൊല്ലുന്നല്ലാണ്ട് പിന്നെ രാവിലെ എണീക്കുമ്പോൾ വീണ്ടും കാണാട്ടോ. എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്യാം, എവിടെ നിന്നാണ് ഇത് പൊട്ടിമുളച്ച് വരണേന്നൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ളത് മുഴുവനും മാറ്റി മൊത്തം ഞാൻ ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിപ്പോൾ ഇന്നും തന്നെയല്ല, എപ്പോൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലും എനിക്ക് കുറേ കാലിപ്പാത്രം കിട്ടും കേട്ടോ. ഈ പാത്രങ്ങൾ കൂട്ടി വെച്ച് എനിക്ക് കാലിപ്പാത്രത്തിൻ്റെ മാത്രം ഒരു വലിയൊരു ശേഖരമുണ്ട്. അപ്പോൾ ചാച്ചൻ്റെ പ്രോട്ടീൻ പൗഡറിൻ്റെ കുറേ ടിന്നുകൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ എങ്ങാനും കൂടിയിരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എത്തി വലിഞ്ഞ് കയറി നോക്കി. പക്ഷെ അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അവിടെ ഒരു പാറ്റേനെ പോലും ഞാൻ കണ്ടില്ല. പിന്നെ കുറേ സാധനങ്ങളൊക്കെ എന്നിട്ടാന്ന് നോക്കി. അപ്പോൾ പിള്ളേർക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മറ്റേ ആ ചീറ്റൂസ് അല്ലല്ല, നമ്മൾ പാല് കുറുക്കി കഴിക്കണ സാധനമില്ലേ, ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചോക്കോസ്. ചില സമയത്ത് ചിലതിൻ്റെ പേരൊന്നും പെട്ടെന്ന് കിട്ടൂല. അങ്ങനെ അതൊക്കെ ഏതോ സമയത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്, അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. അങ്ങനെ ആ ഭാഗം മുഴുവനും ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ താഴെ വെച്ചേക്കണ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. ഇപ്പം എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പാറ്റേനെ പോലും കാണാനില്ല. ഇതൊക്കെ എവിടെ പോയി ഒളിച്ചെന്നാണ്. ചാച്ചനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു നമ്മൾ ഇവിടെ പ്രവാസി ലോകമാണല്ലോ, പാറ്റ അതേപോലെ തന്നെ മൂട്ട ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. ഭാഗ്യത്തിന് മൂട്ട വന്നില്ലല്ലോ എന്നാണ് ചാച്ചൻ പറയണത് കേട്ടോ. ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പാറ്റ മൂട്ടയൊക്കെ ഇവിടെ സ്ഥിരമുള്ള സംഭവങ്ങളാണ്, നമ്മൾ എന്നും ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ടും കാര്യമൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയണത്. ഇനി മരുന്ന് വെക്കണം. അപ്പോൾ അലിസ്റ്റർ ബ്രോ മരുന്ന് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മരുന്ന് കിട്ടണ വരേക്കും ഇതിങ്ങനെ തുടച്ച് ക്ലീനാക്കി കൊണ്ട് നടക്കണം. കാരണം ഈ പാറ്റേനെ അതും കിച്ചണിൽ ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസമായിട്ട് ആലോചിക്കുന്നതാണ് ഞങ്ങളുടെ സ്റ്റൗ ഇരിക്കുന്ന പോർഷൻ ഒന്നും ഇങ്ങോട്ട് നീക്കിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ അതിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് ആയാലും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ആ ഗ്യാപ്പിക്കൂടെ താഴേക്ക് പോകും. ഇനിയിപ്പോൾ അവിടെ പാറ്റ കൂടിയിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരെങ്കിലും അലിസ്റ്റർ ബ്രോയോ അല്ലെങ്കിൽ ചാച്ചനോ ആരെങ്കിലും ഉള്ള സമയത്ത് അതിങ്ങോട്ട് നീക്കിയിട്ട് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ചാച്ചനാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് ഞാൻ ആളെ വിളിച്ചില്ല കേട്ടോ. അപ്പോൾ അലിസ്റ്റർ ബ്രോ
ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ബ്രോയും കൂടി ഇതേ ആ ഒരു സ്റ്റൗവിൻ്റെ ആ ഒരു പോർഷൻ ഇങ്ങോട്ട് നീക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഫുള്ള് അങ്ങ് ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിലുണ്ടായിരുന്നു കുറച്ച് പാറ്റ, ഒരു 3-4 പാറ്റകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ അടിച്ചു കൊന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ കവറുകളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കാറുണ്ട്. അത് ഈ മീറ്റൊക്കെ കൊണ്ടുവരുന്ന കവറുകളാണെന്നുണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കും. അല്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്ന കവറാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ എടുത്തു വയ്ക്കും കേട്ടോ. നമുക്ക് എപ്പോഴും ആവശ്യം വേണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മളുടെ അടിയും തോടയും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാറ്റനെ പോലും ഞാൻ കാണുന്നില്ല. ഇനി കണ്ടു കഴിഞ്ഞാൽ അടിച്ചു കൊന്നിരിക്കും ഞാൻ. അതിന് മുമ്പ് നമ്മൾ മരുന്ന് വാങ്ങുന്നതായിരിക്കും. അതല്ല ഇനി പാറ്റനെ കളയാനായിട്ട് വേറെ എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടെങ്കിൽ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അടിയും തോടയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് വെക്കണം. ഞാനാണെങ്കിൽ ഹെയർ വാഷ് ആഴ്ചയിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, ആദ്യമൊക്കെ ഒരു 3 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ 2 ദിവസം ആക്കി. കാരണം അതേപോലെ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. എനിക്ക് അതുകൊണ്ട് ഇവിടെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പേടിയാണ്. കാരണം ഒരു ലോഡ് മുടി ഉണ്ടാവും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. അപ്പം നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് പോർക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ. പോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി പോർക്കാണ് കേട്ടോ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മുടിയൊക്കെ ഒന്ന് തോർത്തിയതിന് ശേഷം കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ട്. അപ്പം അതും കൂടിയൊക്കെ കഴിഞ്ഞിട്ടേ കറിക്കുള്ള പരിപാടിയിലേക്ക് കിടക്കുള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പോർക്ക് കറീനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചില്ലി പോർക്ക് കഴിക്കാനാണ് കേട്ടോ. അതായത് പണ്ടെന്നല്ല ഇപ്പോഴായാലും കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ നാടൻ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ചോറ്, മാങ്ങക്കറി, ചിക്കൻ അങ്ങനത്തെ ഒക്കെ ഫുഡാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ചില്ലി പോർക്ക് ഉണ്ടാവുമല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ടൈപ്പ് വെക്കാനാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഈ തുണികളൊക്കെ കൂടി ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ ഇങ്ങനെ കിടക്കും. പിന്നെ ഒരു നേരം ആവണം മടക്കി വെക്കാനായിട്ട്. അപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് ബാക്കി പണിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോഴേക്കും ചാച്ചൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാച്ചന് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. അപ്പോൾ ചാച്ചന് പോകാനുള്ള സമയമായപ്പോഴത്തേക്കും ആൾ പോയി. അങ്ങനെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഇനി കറിക്കുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചോറൊക്കെ റെഡിയാക്കി വെച്ചു. അതേപോലെ കറി പോർക്ക് ഇങ്ങനെ പുരട്ടി വെച്ചു. പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം. സംഭവം ഭയങ്കര ഈസിയൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്ന സമയമായപ്പോഴത്തേക്കും ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചാച്ചനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നേ. തിള കണ്ട സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ, അതായത് എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ നടന്നില്ല. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് പോർഷനായിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കണത്. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് പോർഷനും കൂടി ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു. ഇനി ഇതിൻ്റെ ലാസ്റ്റത്തെ കുറച്ച് പരിപാടികളും കൂടി കഴിഞ്ഞ് നമ്മുടെ കറി ഇവിടെ റെഡിയാവും. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഫുൾ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. ഇനി ഒരു ചോറും കൂട്ടിയിട്ട് ഒരു പിടിയങ്ങ് പിടിക്കണം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. നമ്മൾ ഈ നോക്കുന്നത് സിനിമയാണ് കേട്ടോ. നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് ഏത് സിനിമ വയ്ക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് മൂവി കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നിങ്ങളും ഇങ്ങനെയാണോ? അതായത് ഏതെങ്കിലും ഒരു മൂവിയൊക്കെ കണ്ടിട്ടാണോ ഫുഡ് കഴിക്കുക? കൂടുതലും മലയാളം മൂവീസ് ആയിരിക്കും കേട്ടോ. അതും നല്ല കോമഡി മൂവീസോ അല്ലെങ്കിൽ ഫാമിലി മൂവീസോ ഒക്കെ ഇരുന്നിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ അടുത്ത വിശേഷം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.